നെഞ്ചുലഞ്ഞ നാട് പനയമ്പാടം അപകടത്തിൽ മരണപ്പെട്ട കുട്ടികൾക്ക് യാത്രാമൊഴികയായി. നെഞ്ചുലഞ്ഞ് നാട് കൂട്ടുകാരികളെ യാത്രയാക്കി. കല്ലടിക്കോട് പനയമ്പാടത്ത് ഇന്നലെ വൈകിട്ട് നിയന്ത്രണം വിട്ട ലോറിക്കടിയിൽപ്പെട്ട് മരിച്ച 4 കുട്ടികളുടെയും ഭൗതിക ശരീരങ്ങൾ ഖബറടക്കി. ദാരുണമായ നടുക്കത്തിന്റെ നീറ്റലിനിടെ ഇന്ന് പുലർച്ചെ 5 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ 6:30യോടെ നിദ ഫാത്തിമ, റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങൾ വീടുകളിലെത്തിച്ചു. പരീക്ഷയ്ക്ക് സ്കൂളിലേക്ക് പോയ മക്കളുടെ ചലനമറ്റ ദേഹം വീടുകളിലെത്തിച്ചപ്പോൾ അത്രനേരം കേട്ടറിഞ്ഞ വിവരങ്ങളിലെ ആഘാതത്തിൽ വിറങ്ങലിച്ചതെന്ന് ഉറ്റവരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും വിങ്ങലുകൾ നിയന്ത്രണം വിട്ടു. രാവിലെ 10 മണിയോടെ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം തുമ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു കളിക്കൂട്ടുകാരികൾക്ക് അന്ത്യനിദ്ര ഒരുക്കിയത്. കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലിയേകാനുമായി വൻ ജനാവലിയാണ് എത്തിയത്. അടുത്തടുത്തായാണ് കളിക്കൂട്ടുകാരികൾക്ക് ഖബർ ഒരുക്കിയിരുന്നത്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, MLA-മാർ, ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലിയേകാൻ സ്ഥലത്തെത്തിയിരുന്നു.